മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഈ എസ്എഫ്ഐയുടെ കുട്ടിക്കുരങ്ങന്മാരെ കയറൂരി വിടുവോ, ഏതെങ്കിലും സമനില തെറ്റാത്ത ഏതെങ്കിലും മുഖ്യമന്ത്രി ചെയ്യുവോ? പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രി അത് ചെയ്യുന്ന ആളാണ്. അയാളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ തെറിവിളി നടക്കുന്നത്, ഈ ചീത്തവിളി നടക്കുന്നത്. ഗവർണർ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് അടിച്ച് തിരിഞ്ഞിരിക്കുകയാണെന്നുള്ള നിലയിലുള്ള ഇത് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. SFIയുടെ ഈ കുട്ടിക്കുരങ്ങന്മാർ ഇപ്പോൾ സർവകലാശാലയ്ക്കകത്ത് നടത്തുന്ന ഈ സമരാഭാസം കോടതി അലക്ഷ്യമാണ്. എന്തൊക്കെ തെറികളും അശ്ലീലവും ചീത്തയുമൊക്കെയാണ് ഗവർണറെ ചാൻസലറെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോണ്ട് സ്പിറ്റ് പാൻ പരാഗ് ആൻഡ് ഹാൻഡ്സ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാനറും കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻ പരാഗ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സും പാൻ പരാഗും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. ആ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടിച്ച് കിറുങ്ങി ബോധമില്ലാതെയാണ് ഈ ചാൻസലർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് SFIയുടെ ഈ കുട്ടിക്കുരങ്ങന്മാർ പറയുന്നത്. ഗവർണർക്കെതിരെ PMR ഷോയും കുട്ടി സഹാക്കളും കാണിക്കുന്ന ഈ തെരുവ് നാടകം അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ അക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടാകും. മാത്രമല്ല മുഖ്യൻ ഈ SFI പിള്ളേരെ നിലയ്ക്ക് നിർത്തിയില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളായിരിക്കുമെന്ന് മുഖ്യനെയും SFIയിലെ കുട്ടി സഹാക്കളെയും സംസ്ഥാന സെക്രട്ടറി PMR ഷോയെയും ഓർമ്മിപ്പിക്കുകയാണ് അഡ്വക്കേറ്റ് കൂടിയായ KM ഷാജഹാൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് ഏറെ ഗൗരവമുള്ളത് തന്നെയാണ്. കാരണം ഗവർണറോട് കേരളത്തിൽ കിടന്ന ഈ ഉമ്മാക്കിക്കളി കാണിക്കുമ്പോൾ കേരളത്തിന് പുറത്തുള്ള CPMകാരുടെ അവസ്ഥ എന്താകുമെന്ന് ഒന്നോർത്താൽ നന്ന് എന്നാണ് KM ഷാജഹാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇതില് നമ്മൾ അത്യസാധാരണമായിട്ടുള്ള സംഭവവികാസങ്ങളാണ് ഇപ്പൊ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നിയമവ്യവസ്ഥയുടെ റൂൾ ഓഫ് ലോ അതിന്റെ സമ്പൂർണമായിട്ടുള്ള തകർച്ച അതാണ് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കേരളത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുക്കപ്പെട്ടല്ലാത്ത ആളാണെങ്കിലും ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനമാണ് ഗവർണർ എന്നുള്ളത്. ആ ഗവർണർ എന്ന് പറഞ്ഞ സ്ഥാനത്തെയും അതുപോലെ തന്നെ സർവകലാശാലയുടെ ചാൻസലർ എന്നുള്ള നിലയിലും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അതിരൂക്ഷമായ ഭാഷയിൽ, ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ, ഏറ്റവും അശ്ലീലകരമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരു ഗവർണർക്കും ഇതുപോലുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് അദ്ദേഹം അവിടെ ചെയ്തത്? അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പോസ്റ്ററുകൾ കാലിക്കറ്റ് സർവകലാശാലയുടെ പരിസരത്ത് നിന്ന് അദ്ദേഹം എടുത്ത് ഊരി മാറ്റിക്കുകയാണ് ചെയ്തത്. അതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒന്ന്, അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന, രാഷ്ട്രീയമാണെങ്കിലും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ബാനറുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന്. രണ്ട്, സർവകലാശാലകളുടെ ചാൻസലറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ, ഗവർണറുള്ള ചാൻസലറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ചാൻസലറെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലകളിലെ അന്തിമമായ അധികാരി ചാൻസലറാണെന്ന് നവംബർ 30 സുപ്രീം കോടതി വിധിയിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ ചാൻസലർ അദ്ദേഹത്തിന്റെ അധികാര പരിധിക്കകത്ത് അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ബാനറുകൾ നീക്കം ചെയ്യണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സർവകലാശാലകൾക്കകത്ത് ഇതുപോലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാലയ്ക്കകത്ത് ഇത് ഉണ്ടാകുന്നതിനെതിരായിട്ട് 2017 കേരള ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട്. PB സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജിയുടെ ബെഞ്ചിൽ നിന്നാണ് ആ വിധി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സർവകലാശാലകളുടെ 200 മീറ്റർ പുറത്ത് മാത്രമേ ഇതുപോലെയുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് കേരള ഹൈക്കോടതി 2017 PB സുരേഷ് കുമാറിന്റെ ഒരു സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നിട്ടുണ്ട്. ആ വിധി അസ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട്
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിനോദ് ചന്ദ്രനും CN രാമേന്ദ്രൻ നായരും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ പോയെങ്കിലും ഈ PB സുരേഷ് കുമാറിന്റെ ഈ സിംഗിൾ ബെഞ്ച് വിധി അത് സ്ഥിരപ്പെടുത്തുകയാണ് ഡിവിഷൻ ബെഞ്ച് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? SFIയുടെ ഈ കുട്ടിക്കുരങ്ങന്മാർ ഇപ്പോൾ സർവകലാശാലയ്ക്കകത്ത് നടത്തുന്ന ഈ സമരാഭാസം കോടതി അലക്ഷ്യമാണ്. അതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? എന്തൊക്കെ തെറികളും അശ്ലീലവും ചീത്തയും ഒക്കെയാണ് ഗവർണറെ ചാൻസലറെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോണ്ട് സ്പിറ്റ് പാൻ പരാഗ് ആൻഡ് ഹാൻഡ്സ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാനറും കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻ പരാഗ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സും പാൻ പരാഗും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ്. ആ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അടിച്ച് കിറുങ്ങി ബോധമില്ലാതെയാണ് ഈ ചാൻസലർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് SFIയുടെ ഈ കുട്ടിക്കുരങ്ങന്മാർ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇത് രണ്ട് നിരോധിത ഉൽപ്പന്നങ്ങളാണ്. ഇത് അടിച്ച് ബോധമില്ലാതെയാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആ നിലയിൽ തെമ്മാടി എന്നും എന്തൊക്കെയാണ് ഗവർണറെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് മുഖ്യമന്ത്രി അവിടെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമ്പോൾ KSUക്കാർ ഇതുപോലൊരു ഒരു സമരം അവിടെ നടത്തിയിരുന്നുവെങ്കിൽ എത്ര പേരുടെ ശവശരീരങ്ങൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് കിടക്കുമായിരുന്നു. വെടിവെപ്പ് ഉണ്ടാകുകയില്ലായിരുന്നു ഇന്നലെ അതുപോലുള്ള അവസരത്തിൽ. അപ്പം ആ സ്ഥാനത്ത് പോലീസുകാരുടെ മെറ്റിട്ട് കയറുക, മുതുകത്തോട്ട് കയറുകയാണ് SFIക്കാർ. തൊട്ടുപോയാൽ പണി കാണിച്ചു തരുന്ന ഈ ആർഷോ എന്ന് പറഞ്ഞ ഈ കൊലക്കേസിൽ പ്രതി ഉൾപ്പെടെ പറയുന്നു. അപ്പം ആ ഒരു വൈവിധ്യം നമ്മൾ അവിടെ കാണണം. അതിനേക്കാൾ വലിയ അപകടകരമായ ഒരു വസ്തുത ഇതിനകത്ത് കിടപ്പുണ്ട്. ആ അപകടകരമായ വസ്തുത ഇവർ കാണാത്ത എന്താന്ന് വെച്ചാൽ, ഈ ഗവർണർക്കും ചാൻസലർക്കും എതിരെ SFI എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ആകപ്പാടെ കേരളത്തിൽ മാത്രമുള്ള ഈ സംഘടന ഇവിടെ ഇങ്ങനൊരു സമരാഭാസം നടത്തുകയും ഇങ്ങനെയുള്ള തെറിവിളികൾ നടത്തുകയും ചെയ്യുന്നതിന് പകരമായി BJPയുടെ വിദ്യാർത്ഥി സംഘടന ആയിട്ടുള്ള ABVP ഉൾപ്പെടെയുള്ളവർ വടക്കേ ഇന്ത്യയിൽ CPMന്റെ നേതാക്കന്മാർക്കെതിരെ ഇതുപോലുള്ള സമരവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ കേരളത്തിൽ 3% വരുന്ന 3% വരുന്ന കേരളത്തിൽ മാത്രമേ ഈ SFI എന്ന് പറയുന്നവന്മാർ ഇവിടെ ഉള്ളൂ. ഡൽഹിയിൽ ABVPക്കാര് ഈ സീതാറാം യെച്ചൂരിക്കെതിരെയും ഡൽഹിയിലിരിക്കുന്ന CPM നേതാക്കന്മാർക്കെതിരെയും ഇതുപോലുള്ള സമരം ആയിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? അത് ഇതുപോലുള്ള സമരം ആയിരിക്കില്ല. അത് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ആക്രമ സമരമായിരിക്കും. അവിടെ പിന്നെ കിടന്ന് കുറുക്കാൻ ജീവിക്കാൻ അവിടുത്തെ CPMന്റെ നേതാക്കന്മാർക്ക് കഴിയുമോ? അപ്പൊ യഥാർത്ഥത്തിൽ ഈ ആർഷോഡ് ഉൾപ്പെടെയുള്ള കുട്ടിക്കുരങ്ങന്മാർ ഇവിടെ ചെയ്യുന്നത് ഡൽഹിയിലും മറ്റു സംസ്ഥാനങ്ങളിലുള്ള CPM നേതാക്കന്മാരുടെ നിലനിൽപ്പും അവരുടെ ജീവിതവും അവരുടെ അതിജീവനവും അപകടത്തിലാക്കുന്ന പണിയാണ് അവർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ AKG ഭവനിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ട് അവിടെ ABVPക്കാര്. പിന്നെ സീതാറാം യെച്ചൂരിയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഇവർ തുടങ്ങുന്നതിന്റെ പ്രത്യാഘാതം എന്നിട്ട് റിപ്രക്കഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായാൽ ആ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള CPMകാരന് കയ്യും കാലുമായിട്ട് നടക്കാൻ പറ്റില്ല. എഴഞ്ഞ് നടക്കേണ്ട സ്ഥിതിവിശേഷം വരും. ഇത് കാണാൻ ഇവിടെയുള്ള ഈ യുവന്മാർക്ക് കഴിയുന്നില്ല. അവസാനമായി പറയാനുള്ളത് എന്താണ്? ഇത് മുഴുവൻ ഇതിന്റെ മുഴുവൻ പ്രഭകേന്ദ്ര ആരാണ്? ഇതിന്റെ മുഴുവൻ മാസ്റ്റർ മൈൻഡ് ഗവർണർ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇതുപോലെ SFIയുടെ കുട്ടിക്കുരങ്ങന്മാരെ കൈറൂരി വിടുവോ? ഏതെങ്കിലും സമനില തെറ്റാത്ത ഏതെങ്കിലും മുഖ്യമന്ത്രി ചെയ്യുവോ? പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രി അത് ചെയ്യുന്ന ആളാണ്. അയാളുടെ അനുവാദത്തോടു കൂടിയാണ് ഈ തെറിവിളി നടക്കുന്നത്, ഈ ചീത്തവിളി നടക്കുന്നത്. പിന്നെ ഗവർണർ ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് അടിച്ച് തിരിഞ്ഞിരിക്കുകയാണെന്നുള്ള നിലയിലുള്ള ഇത് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് എനിക്ക് അവസാനമായി സൂചിപ്പിക്കാനുള്ളത്, ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കുട്ടിക്കുരങ്ങന്മാർ ഇവിടെ നടത്തുന്ന പണി മറ്റ് സംസ്ഥാനങ്ങളിലുള്ള CPM നേതാക്കന്മാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് തന്നെ അപകടം ഉണ്ടാക്കും എന്നുള്ളതാണ്. അത് ഇവിടെയുള്ള ഈ പിണറായി മുതൽ ഈ ആർഷോ വരെയുള്ള ഈ കുട്ടിക്കുരങ്ങന്മാര് തലയ്ക്ക് വെളിയില്ലാത്തവരും മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.